ഈമാനുള്ളവരെ പറ്റി ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ. ശരിയായ നിലക്കുള്ള ഈമാനുള്ള ആളാണോ അവനൊരിക്കലും അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിരായി പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയില്ല. ദീനിന്റെ എതിരാളികളായ ബിദ്അത്തുകാരെ, ഈമാൻ ഉറച്ച മുഅ്മിനീങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലാ. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മുബ്തദികളോട് സ്നേഹബന്ധം പുലർത്താൻ, ഇഷ്ടബന്ധം പുലർത്താൻ അവർക്ക് കഴിയില്ല. ആരാണ് സഹോദരങ്ങളെ അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള ആളുകൾ? എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ പണ്ഡിതന്മാർ അൽ മുനാഫിഖൂന വൽ യഹൂദു വൽ ഫുസ്സാഖു വൽ ലമതു വൽ മുബ്തദിഅതു. തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ വായിക്കുന്ന ഈ കിതാബ് ആലമ്പാടി ഉസ്താദ് അവറുകളുടെ ശിഷ്യന്മാര് ഉസ്താദ് അവറുകളുടെ മൻഖൂലാത്തിൽ നിന്ന്, ഉസ്താദ് അവറുകൾ എഴുതി വെച്ച ഒരുപാട് ഫായിദകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട്, ഉസ്താദ് അവറുകളുടെ ശേഖരങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി രചിച്ചൊരു കിതാബാണ് അൽ അസ്റാർ വൽ ഫവായിദ്. അതിലൊരു ഭാഗത്ത് ഉസ്താദ് പ്രത്യേകം തലക്കെട്ടിൽ എഴുതി വെച്ചൊരു ഭാഗം റൂഹുൽ ബയാനിൽ നിന്നുള്ളൊരു ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. അല്ലാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള ആളുകൾ ആരാണ്? അൽ മുനാഫിഖൂൻ, കപടന്മാരാണ്. കപടന്മാര് കണ്ടില്ലേ, കാപ്പട്യം ശരിയാകൂല. കാപ്പട്യം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒന്നാണ് പുറത്ത് വേറൊന്നുമാണ്. അത് ശരിയാകൂല. ഉടുമ്പിന്റെ മാളം പോലെയാണ്. ഉടുമ്പിനെ കണ്ടില്ലേ? ഉടുമ്പിന്റെ മാളം പോലെയാണ് മുനാഫിക്കിന്റെ അവസ്ഥ. പുറത്ത് വേറൊന്നാണ്, ഉള്ളില് വേറൊന്നാണ്. ഉടുമ്പിനെ വേട്ടയാടാൻ പോയിട്ടുണ്ടോ? പോയാ അറിയും. പെരിച്ചായനെ കണ്ടാലും തിരിയത്. പെരിച്ചായക്കുണ്ട് അങ്ങനെ സ്വഭാവം അല്ലേ? പെരിച്ചായ മാളം കണ്ടില്ല? ഇവിടെ പെരിച്ചായി എന്നല്ലേ പറയല് അല്ലേ? ചുമ്മി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് പെരിച്ചായി. അതിനുണ്ടാവും രണ്ട് മട. ഉടുമ്പിനുണ്ടാകും 2 ദ്വാരം. അപ്പൊ നമ്മൾ ഈ ദ്വാരത്തിലാന്ന് കരുതിയിട്ട് ഒരു വടി എടുത്തിട്ട് അതിലെങ്ങനെ പതുക്കെ ഉടുമ്പൊന്ന് അപ്പുറത്തുകൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉടുമ്പ് നമ്മുടെ കമ്പിയിൽ തറക്കാൻ വേണ്ടിയിട്ട് ഒരു കുത്തിയാല് മറ്റേ മാളത്തിലൂടെ മൂപ്പര് തടി സലാമത്താക്കി വേറെ മരത്തിന്റെ മേലെത്തിണ്ടാവും. പുറത്തേക്ക് വേറൊന്നാണ്, ഉള്ളില് വേറൊരു ദ്വാരാണ്. മുനാഫിക്കിന്റെ സ്വഭാവമാണ് പുറത്ത് നല്ല സോപ്പിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റില്, ഉള്ളില് ഒരു ഈമാനുമില്ല, ഒരു ഇഖ്ലാസും ഉള്ളിലില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവന് മഹബത്ത് വെക്കാൻ കഴിയാത്തത്. മുത്തുനബി തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് കിറുകിറിയായി, ഒരു സ്വലാത്തും തസ്ലീമും ചൊല്ലിയാൽ അവനതാ മൂട്ട കടിക്കും പോലെയാണ് പെട്ടെന്ന് എണീറ്റ് പോകല്. സഹോദരങ്ങളെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് പേടിയാണ്, ഒരു മദ്ഹ് ചൊല്ലിയാൽ അവന് പേടിയാണ്. സുബ്ഹാനല്ലാഹ്, സ്വലാത്തും മദ്ഹുമൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസും പ്രേരിപ്പിച്ച സുന്നത്തായ സംഗതിയല്ലേ. എന്തിനു പേടിക്കണം? കണ്ടില്ലേ നിങ്ങൾ, ചില സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ആള് റെഡിയാണ്. മരിച്ചാളെ 40 ഒരുമിച്ച് കൂടിയതാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ ആള് റെഡിയാണ്. ഭക്ഷണം കഴിച്ചിട്ടെങ്ങാനും ഒരു അൽഫാത്തിഹ എന്ന് വിളിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഒരു പടക്കം പൊട്ടുമ്പോൾ ഒരു പോക്കാണ്. എന്താ ഈ ഫാത്തിഹക്ക് പോയപ്പോ, എന്താ ഈ ദ്വാരക്കുന്നതിന് പോയപ്പോ? ഖബറിന്റെ പുറത്ത് ദ്വാരക്കാൻ പറ്റൂല. അപ്പൊ കാണാൻ തസ്ബീത്ത് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ ഊരിപ്പോന്നു. തസ്ബീത്ത് ഒരു ദ്വാനല്ലേ? തസ്ബീത്തിൽ പറയുന്ന ദ്വാനല്ലേ? അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ, ദ്വാലത്. അതിനർത്ഥം അല്ലാഹുവേ, ചോദ്യകർത്താക്കളായ മലക്കുകൾ വരുമ്പോ ഈ ഖബറാളിക്ക് നല്ല സ്ഥിരത കൊടുക്കണേ അല്ലാ, നല്ല ധൈര്യം കൊടുക്കണം ചോദ്യത്തിന് ഉത്തരം പറയാൻ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം നീ മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാ.
അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. അദ്ദേഹം കിടക്കുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ ഒരു ഭാഗത്തല്ലേ, രണ്ട് ഭാഗങ്ങളെയും വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഖബറാളിക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. എല്ലാ ഭയപ്പാടുകളിൽ നിന്നും എല്ലാ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് നീ സുരക്ഷിതത്വം കൊടുക്കണം, അഭയം കൊടുക്കണേ അല്ലാ. ഈ പറയുന്ന ആമീന്ന് പറയുന്നത് മാത്രമേ ദുആ ഉള്ളൂ? അങ്ങനെണ്ടാ? ആമീന്ന് ഇപ്പുറത്ത് പറഞ്ഞെങ്കിലേ ദുആ ഉള്ളൂ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ആമീന്ന് പറയാതെ എത്ര ദുആ ദ്വാരക്കുന്നു? നിസ്കാരത്ത് റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി ദ്വാരക്കല്ലേ? അതിന് ബാക്കുന്നാരും ആമീൻ 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 എന്ന് പറയണ്ട. ആമീന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ദുആ ഉള്ളൂ? അല്ല, തസ്ബീഹ് ചെല്ലുമ്പോൾ കാണാം ചില ആളുകളൊക്കെ നിൽക്കുന്നു, പിന്നെ ഒരു അൽഫാത്തിയെ വിളിച്ചാൽ കാണാം അവരൊറ്റ പോക്ക് പോകണം. എന്താ ഫാത്തിഹ കുഴപ്പം? ഖുർആനല്ലേ ഒന്ന്? ഖുർആനിൽ നിന്ന് എളുപ്പമായത് ഓതണം, അത് സുന്നത്താണെന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച്, ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ച് ഖബറെങ്കിൽ പാകപ്പെട്ട ഖുർആൻ ഓതണം. ഫാത്തിഹ ആണെങ്കിൽ ഫാത്തിഹ, യാസീൻ ആണെങ്കിൽ യാസീൻ, ഇഖ്ലാസ് ആണെങ്കിൽ ഇഖ്ലാസ്, ഏതാണോ എളുപ്പമായത് ഓതണം, ദ്വാരക്കണം. ഖബറിന്റെ അടുത്ത് ദ്വാരക്കുന്ന വലിയ കുഴപ്പമുള്ള സംഗതിയാണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും എൻ്റെ അടുത്ത് വരുമ്പോ ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെട്ടു പോയി ദ്വാരക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എപ്പോഴാ പോകുന്നറിയോ? ആഖിറുൽ ലൈൽ, സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ്. ആഖിറുൽ ലൈൽ, രാത്രിന്റെ അവസാന സമയത്ത്, ഒരു ദിവസം മാത്രല്ല, എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി ആഖിറുൽ ലൈൽ ജന്നത്തുൽ ബഖീയിലേക്ക് തങ്ങൾ പുറപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ട് തങ്ങൾ മൊത്തമായി ദുആർക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലിൽ ബഖീഅ്. ബഖീലുള്ള ആളുകൾക്ക് മൊത്തം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീയിലെ ആളുകൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നില്ലേ? ഒരു ദിവസം മാത്രമാണോ ദുആർന്നത്? അല്ല, ആവർത്തിച്ച് ആ സിയാറത്തും ദുആവും നടത്തിയതല്ലേ? സഹോദരങ്ങളെ, ഇതൊന്നും എതിർക്കേണ്ട സംഗതിയല്ല, ഓടിപ്പോകേണ്ട സംഗതിയല്ല. ദീനിൽ സ്ഥിരപ്പെട്ട പൂർണ്ണമായും സുന്നത്തായ അമലുകളാണ്. സ്വഹാബിമാരും താബിയുകളും തബഉ താബിയുകളും നാളിതുവരെ ഉലമാഉം നിർവഹിച്ച് കാണിച്ചു തന്ന മഹത്തായ സുന്നത്തുകളാണ്. എതിർക്കേണ്ടതില്ല, തള്ളി പറയേണ്ടതില്ല. അങ്ങനെ തള്ളി പറയേണ്ട ഒരു സംഗതിയാണെങ്കിൽ നേതാക്കന്മാരായ ആൾക്കാരൊക്കെ മരിച്ചു പോയപ്പോ അവരെടുത്തുനിന്നൊക്കെ ദ്വാരന്നിട്ടുണ്ട്, അവർക്കൊക്കെ ഖത്തുമോദിയിട്ടുണ്ട്. വിദേഹത്തുകാരുടെ നേതാക്കൾ, ഞാൻ ഈ സദസ്സായതുകൊണ്ട് അവരെ പേരൊന്നും പരാമർശിക്കുന്നില്ല. അത് പറയുമ്പോൾ പറയും അത് നേതാക്കളായതുകൊണ്ടൊരു റെസ്പെക്റ്റ് ആണ്. നേതാക്കൾക്ക് മാത്രം ഒരു സംഗതി സുന്നത്തും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സംഗതി വിദേഹത്തും, അതെന്ത് പരിപാടിയാ? പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റണ്ടേ? ഇതെല്ലാവർക്കും പറ്റുന്ന സംഗതി തന്നെയാണ്, അതിലൊന്നും ഒട്ടും സംശയമല്ല. സ്വഹാബത്ത് ദ്വാരുന്നില്ലേ, താബിയുകൾ ദ്വാരുന്നില്ലേ, എല്ലാ ഇമാമിങ്ങളും ദ്വാരുന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, മയ്യത്തിന്റെ അടുത്ത് നിന്ന് ദ്വാരക്കും. മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ നോക്കും, മരിച്ചവരൊക്കെ സമാധാനിപ്പിക്കാൻ. ആരെങ്കിലും ദ്വാരക്കാണെങ്കിൽ ഒരൊറ്റ പോക്ക. എന്തിനാ പോകണ്ട, ആമീൻ പറഞ്ഞാ പോരെ. മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നിട്ടില്ലേ? മദീനയിലേക്ക് മക്കയിൽ നിന്ന് ആദ്യം ഹിജ്റ പോയ സ്വഹാബി ആരാ സഹോദരങ്ങളെ? മക്കത്തുനിന്ന് മദീനയിലേക്ക് ആദ്യം ഹിജ്റ പോയതിൽ മുഹാജിറുൽ അവ്വൽ അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. അബൂ സലമ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവരാണ് ആദ്യത്തെ മുഹാജിർ. അവരെ മുമ്പ് മദീനയിലേക്ക് ആരും ഹിജ്റ പോയിട്ടില്ല. ആ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ വീട്ടിലേക്ക് കയറി വന്ന് മഹാനവറുകളുടെ ജനാസയുടെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ,
ഈ അബൂ സലമക്ക് നീ പൊറുക്കണേ അല്ലാ. വർഫഅ ദറജതഹു ഇൻദക ഫിൽ മഹ്ദിയീൻ, മഹാനവറുകളുടെ ദറജ നീ വലിയ ഹിദായത്ത് നൽകി അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂട്ടത്തിലായി ഉയർത്തി കൊടുക്കണേ അല്ലാ. സഹോദരന്മാരെ, മുനാഫിഖുകൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ളവരാണ്. അവരെ കൂട്ടത്തിൽ പെട്ടേക്കരുത്. അവരെ സ്നേഹിക്കാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല. വൽയഹൂദു ജൂതന്മാരാണ്. ജൂതന്മാരെ സ്നേഹിക്കാൻ കഴിയോ? എങ്ങനെ സ്നേഹിക്കാനാണ് അവരെ? നാട്ടിലേറ്റവും വലിയ നരനായാട്ട് നടത്തുന്ന കുഴപ്പം സൃഷ്ടിക്കുന്ന വിഭാഗം അവരെ ശക്തി പൂർണ്ണമായും അള്ളാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. നിരപരാധികളെ കൊന്നൊടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവരെ മുന്നിലുള്ളൂ. പണ്ടും ഇപ്പോഴും എപ്പോഴും ആ രൂപത്തിലുള്ള ശത്രുതയിലായി ജീവിക്കുന്നവരും പെരുമാറുന്നവരുമാണ് അവര്. അല്ലാഹുവേ, സാധുക്കളായ ആളുകളെ പീഡിപ്പിക്കുന്ന ഈ വിഭാഗത്തിന്റെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അല്ലാഹ്. ജൂതന്മാര് അവർ അള്ളാഹുവിനോടും റസൂലിനോടും എതിർപ്പുള്ള വിഭാഗമാണ്. വൽ ഫുസാഖു ഫാസിഖീങ്ങൾ, വല്ലലമതു ളാലിമീങ്ങൾ അക്രമികൾ, വൽ മുബ്തദിഅതു ബിദ്അത്തുകാരെയും അതിൽ എണ്ണി. ഞാൻ എൻ്റെ വക എണ്ണിയതല്ല. ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറയുന്നു, അതേ വൽ മുറാദു ബിനഫീൽ വിജ്ദാൻ, അങ്ങനെ കണ്ടെത്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ വിജ്ദാനില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അവരോട് വിജിതാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നഫിയുൽ മവാദ്ദ, സ്നേഹിക്കാനൊക്കൂല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹു വറസൂല. ശരിയായ നിലക്ക് ഈമാനുള്ള മനുഷ്യൻ ബിദ്അത്തുകാരോട് സ്നേഹബന്ധം പുലർത്തൂല, അവരെ സ്നേഹിക്കാനൊക്കൂല. അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യജ്തമിഉൽ ഈമാനു മഅ വിദാദി അദാഇല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുക്കളോടൊപ്പം ഈമാൻ ഒരുമിച്ച് കൂടൂല. ഒന്നുകിൽ നീ ശത്രുക്കളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം നിൽക്കുക. അള്ളാഹുവിനോടും റസൂലിനോടൊപ്പമാണോ നിൽക്കുന്നത്, എന്നാ അവരെ എതിരാളികളായ ശത്രുക്കളായ ആളുകളെ സ്നേഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാളെ ഈമാൻ ശരിയായ ഈമാനാണെങ്കിൽ മൻ സ്വഹഹ ഈമാനുഹു വഅഖ്ലസ തൗഹീദഹു, ശരിയായ നിലക്കുള്ള തൗഹീദും ഈമാനുമാണെങ്കിൽ ലാ യഇനിസു ഇലാ മുബ്തദീൻ, മുബ്തദിയിലേക്ക് നേരം പോക്കിന് പോകൂല. ടൈം പാസിന് ആളെ കൊണ്ടുപോകുന്നത് ബിദ്അത്തുകാരനെയാകൂല. വലാ യുജാലിസുഹു, അവനോടൊപ്പം ഒരു സദസ്സ് പങ്കിടാനും പോകൂല. വലാ യുആകിലുഹു, അവനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ കൂടൂല. വലാ യുശാരിബുഹു, അവനോടൊപ്പം വെള്ളം കുടിക്കാനും ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനും കൂടൂല. വലാ യുസാഹിബുഹു, അവനോടൊപ്പം സഹവസിക്കാൻ കൂടൂല. വയൽഹറു മിൻ നഫ്സിഹിൽ അദാവത വൽ ബഗ്ളാ, അവന്റെ ഉള്ളിൽ നിന്ന് ബിദ്അത്തുകാരോട് അതേ ശത്രുതയും ദേഷ്യവും അവൻ പ്രകടിപ്പിക്കും. അത് ബിദ്അത്തിനോടുള്ള ദേഷ്യമാണ്, വ്യക്തിവിദ്വേഷമൊന്നും അവർക്കില്ല, ആർക്കുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. മഹാനവർകൾ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരു പ്രധാനപ്പെട്ട മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള മഹാനല്ലേ. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഇല്ലാത്ത ഒരു കേസും പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടച്ച് കുറെ ആളുകൾ ആക്രമിച്ചു. 150 ആളുകൾ മാറി മാറി മഹാനവറുകളെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ഇല്ലാത്ത ഒരു വാദം കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് അതിൽ കുടുക്കിയിട്ട് വിദേഹത്തുകാരായ ചില ആളുകൾ ഭരിക്കുന്ന ആൾക്കാരോടൊപ്പം ചേർന്നുണ്ടാക്കിയ ഒരു സേവനാണത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എങ്ങനെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒപ്പിച്ച പണിയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അഹ്ലുസുന്നയുടെ വാദത്തിൽ നിന്ന് അളവ് വിട്ടുപോകാതെ ഉറച്ചു നിന്നു. സഹോദരങ്ങളെ, ജയിലിലുള്ള ആളുകൾ പോലും അമ്പരന്നുപോയി. 2 കൈയും 2 ഭാഗത്തേക്ക് കെട്ടിയിട്ട് ആദ്യഘട്ടത്തിലൊക്കെ ഷർട്ട് ധരിച്ച രീതിയിലായിരുന്നു ചാട്ടവാറ് കൊണ്ട് അടി. പിന്നീട് ഷർട്ട് ഊരിയ രീതിയിലാണ് ചാട്ടവാറ് കൊണ്ട് അടി നടന്നത്. ഒരു തുണി മാത്രം ഉടുത്തു നിൽക്കുമ്പോ, ഉടുത്ത തുണി അടിയാൻ പോകുമ്പോ
രണ്ട് കൈയും രണ്ട് ഭാഗത്തേക്ക് കെട്ടിയിരിക്കുകയല്ലേ? മുന്നിലുള്ളത് മുഴുവനും അക്രമികളല്ലേ? ആരാണ് തുണി ഉടുത്തു കൊടുക്കുന്നത്? തുണി അടിയാൻ പോകുന്ന നേരം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്തോ പറയുന്നത് അവർ കണ്ടു. പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തോ ഒന്ന് ചൊല്ലുന്നുണ്ട്. പെട്ടെന്നതാ തുണിയങ്ങ് മുറുകി ഉടുത്തൊടുക്കപ്പെട്ടു പോയി. ആരാണ് ഉടുത്തു കൊടുത്തത് എന്ന് കണ്ടില്ല. പിന്നീട് ആ തുണി ഒരിക്കലും അഴിഞ്ഞിട്ടില്ല. ശരിയായ രൂപത്തിൽ അവിടെ മുറുക്കി ഉടുത്ത് റെഡിയായി ഭദ്രമാക്കി പോയി. ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായി മഹാനവറുകളുടെ വാദം ശരിയായ നിലക്ക് അംഗീകരിച്ച് കോടതി മഹാനവറുകളെ നിരപരാധിയായി ജയിലിൽ നിന്ന് മഹാനവറുകൾ മോചിതനായി പുറത്തു വരുമ്പോ തന്റെ അനുയായികളും കൂട്ടുകാരും മുഹിബ്ബീങ്ങളും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് വലിയ അംഗീകാരം അവിടുത്തെ ഗുരുവര്യനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജയിൽ മോചിതനായ ശേഷമാണ് ഷാഫി ഇമാം തങ്ങൾ കത്ത് കൊടുത്തയച്ചത് ശിഷ്യന്റെ കയ്യിൽ. ആ കത്ത് ഇങ്ങനെ പൊളിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വായിക്കുമ്പോ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. ഉസ്താദ് എഴുതിയ കത്തിൽ എന്താ ഉള്ളത്? ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശിഷ്യനോട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കത്തിൽ എഴുതി അറിയിക്കുന്നത് ഇത് മാത്രമല്ല, ആ കത്തിന്റെ ഈ സന്ദേശം പറഞ്ഞതിന്റെ അവസാനം എഴുതിയ ഒരു വരിയുണ്ട്. ജയിലിൽ ആദ്യകാലത്ത് നിങ്ങൾ ധരിച്ചിരുന്ന കുപ്പായമുണ്ടല്ലോ, അതെന്റെ ശിഷ്യന്റെ കൈവശം കൊടുത്തേക്കണേ എന്നുകൂടി കത്തിൽ എഴുതിയിട്ടുണ്ട്. ശിഷ്യൻ പള്ളിയിലേക്ക് വന്നപ്പോ ഷാഫി ഇമാം തങ്ങൾ വിളിക്കുന്നു, മോനെ ഉസ്താദ് തന്ന കുപ്പായം എവിടെ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തന്ന കുപ്പായം എവിടെ? ഷാഫി ഇമാം തങ്ങളെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ കുപ്പായം ഒരു പാത്രം വെള്ളത്തിൽ മുക്കിയിട്ട് ആ പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ആ പാത്രം വെള്ളത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം മുക്കിയ വെള്ളത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദ് ബറക്കത്തെടുക്കുന്നു. കാരണം ദീനിന് വേണ്ടിയാണ് ഇത് സഹിച്ചത്. ഹറാം ചെയ്തതിന്റെ പേരിലല്ല, ഒരു ഹറാമിന് സപ്പോർട്ട് നിന്നതിന്റെ പേരിലല്ല, ഒരു നിയമം മാറ്റിയതിന്റെ പേരിലല്ല, ഒരു കൈക്കൂലി വാങ്ങിയതിന്റെ പേരിലോ കൊടുത്തതിന്റെ പേരിലോ കൊടുക്കാൻ സഹായിച്ചതിന്റെ പേരിലോ അല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം അടിയുറച്ച രീതിയിൽ പറഞ്ഞ് ഇഞ്ച് വ്യത്യാസമില്ലാതെ ഉറച്ചു നിന്നപ്പോ, ദീനീ രംഗത്ത് ശക്തമായി ഉറച്ച നിലപാട് സ്വീകരിച്ചപ്പോ ഏൽക്കേണ്ടി വന്ന പരീക്ഷണമാണ്. അത് അവർക്കൊരു പ്രശ്നമേ അല്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ചോദിച്ചു, ഉസ്താദേ 150 ആളുകൾ നിങ്ങളെ മാറി മാറി തച്ചില്ലേ? സാധാരണ വടി കൊണ്ടല്ല, ചാട്ടവാറ് കൊണ്ടാണ് സഹോദരങ്ങളെ അടിച്ചിരിക്കുന്നത്. ഒരൊറ്റ അടിയുടെ വേദന തന്നെ എത്ര സമയം നിലനിൽക്കും? നീണ്ടു നിൽക്കുന്ന വേദനയല്ലേ? ആ ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോ വിനയത്തിന്റെ താഴ്മയുടെ സ്വരമായ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ പ്രകൃതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം സ്വീകരിച്ച് നമുക്ക് മാതൃക കാണിക്കുന്ന മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രധാനിയായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട, ആർക്കും എതിരെ കേസ് കൊടുക്കണ്ട, എല്ലാവർക്കും ഞാൻ മാപ്പാക്കി കൊടുത്തു. ഇല്ലാ അഹ്ലൽ ബിദ്അ, ബിദ്അത്തുകാർക്ക് ഒഴികെ. കണ്ടാ, എല്ലാവർക്കും മാപ്പാക്കി കൊടുത്തു. എന്നെ അറിവില്ലാതെ വന്ന് അടിച്ച കൂട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു, ബിദ്അത്തുകാർക്കൊഴികെ. വ്യക്തിപരമായ എതിർപ്പല്ല, ബിദ്അത്ത് എന്ന തലക്കെട്ടിലുള്ള എതിർപ്പാണ്. ബിദ്അത്ത് മാറ്റിയിട്ടവർ വരട്ടെ, അവർക്ക് മാപ്പ് കൊടുക്കാം. അതാണ് വ്യക്തിവിദ്വേഷം. ആരോടും, അതാരോടുമില്ല, ബിദ്അത്തുകാരനോടില്ല, അല്ലാത്തവരോടില്ല. ആശയപരമായിട്ടുള്ള എതിർപ്പ്, അതിലുള്ള നിസ്സഹകരണമാണിത്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും കുറച്ച് തീവ്രത ഏറിപ്പോയി മൗലവിയുടെ പ്രസംഗത്തിൽ.
ഒരു വെള്ളവും കുടിക്കണ്ട, ഒന്നും സാവസിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിപരമായ വിദ്വേഷത്തിനല്ല സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞത്. പിന്നെ ആശയപരമായ മാറ്റത്തിനാണ്. കണ്ടോ നിങ്ങൾ, ചാട്ടവാറ് കൊണ്ട് ആരടിച്ചാലും ഒരുപോലെ തന്നെയല്ലേ, എല്ലാരെ വേദന ഒരുപോലെ തന്നെയല്ലേ. 150 ആളുകൾ മാറി മാറി അടിച്ചിട്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ നോക്ക് സഹോദരങ്ങളെ, എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു. പക്ഷേ ബിദ്അത്തുകാരൊഴികെ. എന്താ അവർക്ക് മാപ്പ് കൊടുക്കാത്തത്? വ്യക്തിപരമായി ആരോടും വിദ്വേഷം ഉണ്ടായിട്ടല്ല, അവരെ ബിദ്അത്ത് മാറ്റിയിട്ട് അവർ വരട്ടെ, അവർക്ക് മാപ്പ് കൊടുക്കാം. അവരെ ബിദ്അത്തിൽ നിന്ന് അവർ മാറാൻ വേണ്ടിയുള്ള ഒരു ബഹിഷ്കരണ നിലപാടാണത്, വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമല്ല. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിലപാട്. അതാണ് അവരെ സ്നേഹിക്കാൻ കഴിയാത്തത്. ബാക്കിയുള്ളവരോടൊക്കെ കണ്ടില്ലെങ്കിൽ എന്ത് മഹബത്തിന്റെ പേരിലാണ് ആ മാപ്പ് കൊടുത്ത്, എന്ത് വിട്ടുവീഴ്ചയാണത്. ആരെങ്കിലും സഹോദരന്മാരെ ആ രീതിയിലുള്ള മാർഗം സ്വീകരിക്കും. പൊതുവെ ആളുകൾ പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ വിജയിച്ചില്ല, ഇനി അവരൊന്ന് വട്ടം കറക്കണം, നമ്മളെ കുടുക്കിയ ആൾക്കാരെ ഓലൊന്ന് കയറ്റണം ജയിലിൽ എന്ന് പറയില്ല സാധാരണ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നമ്മൾ ആക്രമിച്ച ശിക്ഷിച്ച ആളുകൾക്കൊക്കെ മാപ്പ് കൊടുത്തു. പക്ഷെ അതിന് കരുക്കൾ നീക്കിയിട്ട് പ്രവർത്തനം ചെയ്ത മുൻപന്തിയിലുള്ള ബിദ്അത്തുകാരുണ്ട്. അവർക്ക് മാപ്പ് കൊടുക്കാത്തത് ബിദ്അത്തിന്റെ പേരിൽ. ബിദ്അത്തിൽ നിന്ന് അവർ മാറി ശരിയായ നിലക്ക് അവർ വന്നാൽ അവർക്കുണ്ട് മാപ്പ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ആ നിസ്സഹകരണം വന്നത്. അത് നേരത്തെ ഉള്ളതാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ആരെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണോ? അല്ല, നേരത്തെ മഹാന്മാര് സ്വീകരിച്ച നിലപാടാണ്. അതുകൊണ്ടാണ് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വമൻ ദാഹന മുബ്തദിഅൻ സലബഹുല്ലാഹു ഹലാവത്തസ് സുനൻ. ഒരു മുബ്തദിഇനോട് നല്ല സ്നേഹബന്ധം പുലർത്തി ഒരാൾ ജീവിച്ചാൽ സുന്നത്തുകളോടുള്ള മഹബത്ത് അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കും. സുന്നത്തുകളോട് താല്പര്യം വരൂല. മുബ്തദികാരനോട് നീ ഇടപെട്ട് നോക്കിയാൽ പല സുന്നത്തുകളെയും പുച്ഛ മനോഭാവത്തോടവൻ കാണും. പിന്നെ നിന്റെ മനസ്സിൽ അതിനോടുള്ള വെറുപ്പ് വരും. പിന്നെ ഘട്ടം ഘട്ടമായി നീ അവനെ പോലെയാകും. ബിദ്അത്തുകാരൻ നിന്നോട് പറയും, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കണ്ടില്ലേ നിങ്ങൾ ഖബറിൽ പോയി ദ്വാർക്കുന്നത്, സലാം പറയുന്നത്, അവർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്, സ്വന്തത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്, എന്ത് കാര്യമാണ് അതുകൊണ്ടുണ്ടാകുന്നത് എന്ന് അങ്ങനെ ഇഞ്ചിറ്റ് ചെയ്യുമ്പോ അറിവ് കുറഞ്ഞ നീ അവനെ പോലെ നീയും ഒരു വേള ചിന്തിച്ചിട്ട് ശരിയല്ലേ ആ പറയുന്നത് എന്ന് നിന്റെ മനസ്സിലൊരു ബോധ്യം വന്നാൽ പിന്നെ നീയും അവനെ പോലെ ഈ സംഗതി, ഈ സുന്നത്തായ സംഗതി എതിർക്കും. സുന്നത്തല്ലേ ഖബർ സിയാറത്ത്? തർക്കമുണ്ടോ ആ വിഷയത്തിൽ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തു ഷരീഫ അത് സന്ദർശിക്കുന്നത് ഹജ്ജിന്റെ ഭാഗമായ സുന്നത്തായിട്ടല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. എത്ര വലിയ മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഹജ്ജ് കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രത്യേകം സിയാറത്തിന് വന്ന മഹാനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പക്ഷേ ബിദ്അത്തുകാരന്റെ മനസ്സിലുള്ള സുന്നത്തിന്റെ വിരോധം നോക്ക് നിങ്ങൾ. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജിന് പോയാലും, മദീന പള്ളിയിൽ കയറി നിസ്കരിച്ചാലും, മദീന സിറ്റി അവൻ കണ്ടാലും, മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചാലും മുത്തുനബി തങ്ങളോടൊരു സലാം പറയാൻ, അവന് ദ്വാർക്കുന്നത് പോട്ടെ ഒരു സലാം പറയാൻ അവന്റെ മനസ്സ് അനുവദിക്കാതെ എന്തുമാത്രമുള്ള പിണക്കത്തിലാണ് അവൻ തിരിച്ചു പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഹജ്ജ ഫലം യസുർനി, ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നവൻ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിയവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിണങ്ങിയിട്ട് നിനക്ക് എന്തൊരു ഹജ്ജടോ, എന്ത് ഉംറയാണ്, എന്ത് കാര്യമാണ്? ആ മദീന പള്ളിയിൽ കയറി നീ നിസ്കരിച്ചിട്ട് അതേ അതിന്റെ തൊട്ടുചാരേ മിഹ്റാബിന്റെ നേരെ ഇപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവിനോട് ഒരു സലാം പറയാൻ
ഹജ്ജ് കഴിഞ്ഞ് മക്കത്തുനിന്ന് മദീനയിലേക്ക് വന്ന മഹാനല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മഹാനവർകൾ അധികവും താമസിച്ചത് മക്കയിലല്ലേ തങ്ങളെ വഫാത്തിന് ശേഷം. ഖബറുള്ളതും മക്കത്ത് തന്നെയല്ലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ. അവര് ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് സ്പെഷ്യലായി വരുന്നു. എന്തിന്? സിയാറത്തിന് വേണ്ടി. ഹജ്ജുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അമലുണ്ടോ? ഉണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് മദീന സിയാറത്ത് കിതാബിൽ എഴുതിയിരിക്കുന്നത് അതേ ജനാസയുടെ ബാബിലല്ല, ഹജ്ജിന്റെ ബാബിലാണ്. ഹജ്ജ് വിശദീകരിക്കുന്ന ഇടത്താണ് മദീന സിയാറത്ത് സുന്നത്താകുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളുമൊക്കെ അവർ രേഖപ്പെടുത്തിയത്. ഈ സുന്നത്തിനോട് എതിർപ്പ് വന്നത് ഒരു ബിദ്അത്തുകാരന്റെ കൂടെ നീ കൂടിയിട്ടാണ്. പലർക്കും സുന്നത്തുകളോട് എതിർപ്പ്, നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥനയോട് എതിർപ്പ്, ദിക്റിനോട് എതിർപ്പ്, ഹദ്ദാദ് റാത്തീബിനോട്. ഹദ്ദാദ് റാത്തീബിലൊക്കെ ഉള്ള ദിക്റുകളൊക്കെ ഹദീസിൽ ഒന്ന് സ്ഥിരപ്പെട്ട ദിക്റുകളല്ലേ, അതിനോടൊക്കെ എതിർപ്പ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ അതിനോടൊക്കെ എതിർപ്പ്. ആ എതിർപ്പിന്റെ കാരണമാണ് സഹൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ടാണ് ഉമ്മമാരെ ആ തരത്തിലുള്ള സഹകരണം വേണ്ട എന്ന് പറഞ്ഞത്. പലർക്കും അതങ്ങ് കൂടെയ്യാൻ വലിയ പ്രയാസമാണ്. പ്രയാസമുള്ളവർ അങ്ങനെ തന്നെ നിന്നോ, പറയേണ്ട ഒരു ബാധ്യതയല്ലേ ഉള്ളൂ. ഉസ്താദ് അവരുടെ ശിഷ്യന്മാര് എഴുതി വെച്ച കിതാബിൽ നിന്ന് ബിദ്അത്തുകാരെ സംബന്ധിച്ച് പറയുന്നൊരു ഭാഗം കണ്ടപ്പോ എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം ഉസ്താദ് ജീവിതത്തിൽ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ചത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളോടല്ല, ക്രൈസ്തവരോടല്ല, മതമില്ലാത്തവരോടല്ല, ദീനിന്റെ ഉള്ളിൽ തന്നെ നിന്ന് ദീനിനെ കേടുവരുത്തുന്ന ബിദ്അത്തുകാരോടാണ്. അവരോടാണ് ഉസ്താദിന്റെ എതിർപ്പ്. ഒന്ന് രണ്ട് വാദകൾ ഞാൻ കേട്ടു. അതിലും സുബ്ഹാനല്ലാഹ് സുന്നത്തിനെ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ ചെറിയൊരു അംശവും കലരാതെ ജീവിക്കണമെന്ന നസീഹത്താണ് ഉസ്താദ് അവർകൾ തരുന്നത്. അത് ചെറിയൊരു നസീഹത്തല്ല, നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട നസീഹത്താണ്. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു പറയുന്നു, വമൻ തഹബ്ബബ ഇലാ മുബ്തദീൻ, ഒരാൾ ഒരു മുബ്തദീന് മഹ്ബൂബായി മാറിയാൽ, പ്രിയങ്കരനായി മാറിയാൽ, ലിതലബി ഇസ്സിൻ ഫിദ് ദുനിയാ, ദുനിയാവിൽ എന്തോ ഒരു അഭിമാനം കിട്ടും എന്ന് കണ്ടുകൊണ്ട്, ഔ അറളിൻ മിൻഹാ, ദുനിയാവിന്റെ എന്തോ സമൃദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ, അതല്ലഹുല്ലാഹു ബിതിൽകൽ ഇസ്സ, ആ അഭിമാനം കൊണ്ട് അല്ലാഹു തആല അവനെ നിന്യനാക്കും. പലർക്കും അങ്ങനെയാണ്. ഓനൊപ്പം കൂടിയാൽ സംഗതി ഏത് രൂപമാണ് ഏത് ഭാവം നോക്കണ്ട, ഓനൊപ്പം കൂടി അത് കിട്ടും, ഇത് കിട്ടും, മറ്റേത് കിട്ടും എന്ന് കണ്ട് പലരും അങ്ങനെ കൂടാൻ. അങ്ങനെ കൂടിയാൽ ഇവൻ കരുതും അത് ഇസ്സത്താണ്. പക്ഷേ അല്ലാഹു തആല അവനെ നിന്യനാക്കും, അപമാനിതനാക്കും. വഅഫ്ഖറഹുല്ലാഹു ബിദാലികൽ ഗിനാ, ആ ഐശ്വര്യം കൊണ്ട് അല്ലാഹു തആല അവനെ ഫഖീറാക്കും. എത്രയോ സഹോദരന്മാർ പോയി പെടുന്നവരുണ്ട്. നല്ല ശമ്പളമുള്ള ജോലി തരാം, പക്ഷേ എന്റെ കൂടെ ജോലി എടുക്കാൻ പറ്റുമോ നിനക്കറിയില്ല എന്ന് ആദ്യം പറയും. എന്താ നിങ്ങളെ കൂടെ ജോലി എടുക്കാൻ പറ്റാത്ത? നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്ന ആളല്ലേ. പക്ഷെ അതല്ല, നിങ്ങളെ വാപ്പക്കും നിങ്ങളെ കുടുംബത്തിനും നിങ്ങളെ സഹോദരന്മാർക്കൊന്നും എന്നെ പറ്റൂല, ഞാൻ ബിദ്അത്തുകാരനാണെന്നാണ് അവർ പറഞ്ഞു. അത് അവര് പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമല്ല, ജോലിന്റെ വിഷയത്തിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ഇവൻ പതുക്കെ ആ ശമ്പളമുള്ള ജോലി കയറും. ജോലി കയറിയിട്ട് പിറ്റത്തെ 2 ആഴ്ച കഴിഞ്ഞ ഉടനെ തന്നെ സ്വലാത്ത് മജ്ലിസിൽ ഓനെ കാണുന്നില്ല. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താ സ്വലാത്ത് മജ്ലിസിൽ എന്നെ കാണാൻ? ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. അപ്പൊ തിരക്കാ കാരണം കേട്ടോ, കാരണം തിരക്കല്ല, പെരിച്ചായനെ പോലെ പറഞ്ഞ കാരണം തിരക്കതാ. ഉള്ളിൽ തിരക്കതല്ല, തിരക്ക് ഇവിടെ കലർന്നുപോയി. വിദേഹത്തുകാരന്റെ ഒപ്പം കൂടിയിട്ട് കലർന്നുപോയി. അവന്റെ ഐശ്വര്യം കിട്ടിയപ്പോൾ ഇവന്റെ മനസ്സ് മാറിപ്പോയി. പിന്നെ അവന് എതിർപ്പായി. 2 കൊല്ലത്തെ ഉയർന്ന ശമ്പളം കിട്ടി നാട്ടിലെത്തിയപ്പോ മദ്ഹ് ചൊല്ലുന്ന ഉമ്മയോടവൻ കയർക്കുന്നു. അസ്മാഉൽ ബദർ ചൊല്ലുന്ന വാപ്പയോടവൻ ദോഷം കൊള്ളുന്നു. അവൻ പണക്കാരനായി പോയി എന്ന് കണ്ട് വാപ്പയും ഉമ്മയും വിഷമിക്കുന്നു. മോനോട് എന്താ ഇനി പറയുക എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ വല്ലാതെ പേടിക്കുന്നു. സുബ്ഹാനല്ലാഹ്,
സഹ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്ര കറക്റ്റാണ്. ദുനിയാവിന്റെ ഇസ്സത്ത് നോക്കിയിട്ട് ഏതെങ്കിലും വിദേഹത്തുകാരന് നീ പ്രിയങ്കരനായി തീർന്നാൽ അവനിൽ നിന്ന് ഐശ്വര്യം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നീ എങ്ങനെ പോയാൽ ആ ഐശ്വര്യം കൊണ്ട് അല്ലാഹു നിന്നെ ഫഖീറാക്കും. പോരാ, വമല്ലാഹിക ഇലാ മുബ്തദീൻ നസഅല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി. മുബ്തദിയിലേക്ക് ഒരാൾ ചിരിച്ചാൽ അവന്റെ ഖൽബിൽ നിന്ന് ഈമാനിന്റെ ഒളിവ് അല്ലാഹു ഊരിയെടുത്തു പോകും. സ്നേഹബന്ധം പുലർത്തേണ്ടവരല്ലേ സ്നേഹബന്ധം പുലർത്തേണ്ടത്. അല്ലാഹുവിന്റെ ദീനിന് ഇത്ര ഈ രൂപത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരുത്തി വെക്കുന്നവർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായി ജീവിക്കുന്നവർ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തരി വിശ്വസിക്കാതെ വെറുതെ വാങ്കിലൊരു ഷഹാത്ത് കലിമ മാത്രം വിളിച്ചു പറയുന്ന ഒരു വിഭാഗം സഹോദരങ്ങളെ, ഒരു ഈമാനും ഇല്ല, ഒരു ഇഖ്ലാസും ഇല്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ ആ രൂപത്തിൽ ഇകഴ്ത്തി പറഞ്ഞത്, ആ സ്വഹാബത്തിനെ തരം താഴ്ത്തി പറഞ്ഞത്. അതേ ആ മുസ്ലിം സഹോദരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എഴുതിയ മൈക്കിൾ എച്ച് ഹാർട്ട് പോലും വലിയ ബഹുമാനത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഒന്നാമത്തെ അധ്യായമായി കൊണ്ടുവന്ന് ആ രൂപത്തിൽ എഴുതുമ്പോ ബിദ്അത്തുകാരൻ എന്താ ചെയ്യുന്നത് എന്നറിയോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണക്കാരനായി തരം താഴ്ത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷതകൾ മുഴുവനും വളച്ചൊടിച്ച് സാധാരണ പോലെ ജനിച്ചു, സാധാരണ പോലെ ജീവിച്ചു, സാധാരണ പോലെ മൺമറഞ്ഞു പോയി. നഊദു ബില്ലാഹ്. യഥാർത്ഥത്തിൽ ഈമാനുള്ളൊരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുമോ? പറയാനൊക്കുമോ? സാധാരണ രീതിയിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം? അല്ലല്ലോ സഹോദരങ്ങളെ. അതുപോലെ അത്ഭുതങ്ങളും അതുപോലെ മുന്നറിയിപ്പുകളും അതുപോലെ നിർദ്ദേശങ്ങളും അതുപോലെ മക്കയിലും മദീനയിലും അതുപോലെയുള്ള നാടുകളിലും സമൃദ്ധിയും ഐശ്വര്യവും കാവലും എല്ലാം അല്ലാഹു നൽകിയിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിലും വാനലോകത്തും നൽകിയിട്ട് അങ്ങനെ ഒരു ജന്മം ലോകത്ത് പറയാനുണ്ടോ? ആർക്കും അങ്ങനെ പറയാൻ കഴിയൂല. ആർക്കും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേറെ ഒരു ജന്മദിനത്തെ കഴിയൂല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അത് പൂർണ്ണമായും വ്യത്യസ്ത രീതിയിലാണ് എന്ന് അല്ലാഹു അല്ലേ ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. വേറൊക്കെ പോകട്ടെ, അല്ലാഹു തആല ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രത്യേകതയുള്ള ജീവിതമല്ലേ അത്. കൂടുതൽ കാലം ജീവിച്ച മഹാനല്ലേ ആദം നബി അലൈഹിസ്സലാം. 1000 വർഷം, 1000-ലധികം വർഷം ജീവിച്ച മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. 200 കൊല്ലം ജീവിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവരെ ജീവിതത്തെ പറ്റി ഒന്നും പറയാത്തൊരു സംഗതിയല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പറ്റി അല്ലാഹു പറഞ്ഞത്. നാദെങ്കിലും ഒന്ന് പഠിച്ചൂടെ? വേറെയുള്ളതൊക്കെ പോട്ടെ, നാദെങ്കിലും ഒന്ന് പഠിച്ചൂടെ? ഒരൊറ്റ ആയത്ത് നിങ്ങൾ നോക്ക്. കുനുകുനെ ധാരാളം തെളിവുകൊണ്ട് ഒറ്റ ആയത്ത്. അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ച ഒരു ജീവിതം, അങ്ങയുടെ ജീവിതം തന്നെയാണ് നബിയെ സത്യം. സാധാരണ ഒരു ജീവിതമാണോ അല്ലാഹു തആല സത്യത്തിന് ഉപയോഗിച്ചത്? ഏറ്റവും പരിശുദ്ധമാർന്നൊരു ജീവിതം വേറൊരു നബിന്റെ ജീവിതവും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. ലഅംറുക, അങ്ങയുടെ ജീവിതം തന്നെയാണ് നബിയെ സത്യം. ആ 63 വർഷക്കാലത്തെ പരിശുദ്ധമാർന്ന ജീവിതം പോലെ സത്യം ചെയ്ത് അല്ലാഹു തആല ഒറ്റ മനുഷ്യന്റെ ജീവിതവും പറഞ്ഞിട്ടില്ല, ഒരു ജിന്നിന്റെ ജീവിതവും പറഞ്ഞിട്ടില്ല. എന്തേ അല്ലാഹു ഈ ജീവിതത്തെ സത്യത്തിന് മുന്നോട്ട് വെച്ചത്? ആ ജീവിതം പോലെ പരിശുദ്ധമാർന്ന, ആ ജീവിതം പോലെ പ്രത്യേകതയാർന്ന, ആ ജീവിതം പോലെ മഹത്വമുള്ളൊരു ജീവിതം ലോകത്ത് അല്ലാഹു ഒരാൾക്കും നൽകിയിട്ടേ ഇല്ല. അതല്ലേ ആ സത്യം അറിയിക്കുന്നത്? അതല്ലേ ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിച്ചത്? ഒരൊറ്റ ആയത്ത് പോരെ സഹോദരങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ. എന്നിട്ട് പച്ച മലയാളത്തിൽ
എങ്ങനെ സ്നേഹിക്കാൻ കഴിയും മുഅ്മിനീങ്ങളെ? എങ്ങനെ സുഹൃത്തുക്കളാക്കാൻ കഴിയും? എങ്ങനെ കൂട്ടുകാരാക്കാൻ കഴിയും? എങ്ങനെ ഇഷ്ടപ്പെട്ടവരാക്കാൻ കഴിയും? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ രൂപത്തിൽ പറയുന്ന ആളുകളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? അവരെങ്ങനെ സഹകരിപ്പിക്കാൻ, അവരെങ്ങനെ കൂട്ടുകാരാക്കാൻ കഴിയും? നമുക്ക് ഈമാനുള്ളവർക്ക് കഴിയില്ല. അതിന് ഈമാനുള്ളവർക്ക് ആ വിഷയത്തിന് കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം.